നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശം ഇരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയുള്ള ബോംബാണ്. വെറും ബോംബല്ല, അണുബോംബാണ്. രാഹുൽ മാങ്കൂട്ടം തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഷാഫി അറിയാതെ എൻ്റെ ഒരു ജീവിതത്തിൽ ഒന്നുമില്ല എന്ന്. ഫെനി നൈനാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഷാഫിക്കും അറിയാമെന്നുള്ളതല്ല എൻ്റെ അർത്ഥം. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്ക് കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു മറ്റൊരു യൂണിവേഴ്സിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇതൊരു മറ്റൊരു പ്രപഞ്ചത്തിലാണ് ഇവരുടെയൊക്കെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇവരെ പിന്തുണയ്ക്കുന്ന ആന്റിമാരും ഉണ്ണിക്കുട്ടന്മാരും. എന്താണ് ഈ ആന്റിമാരും ഉണ്ണിക്കുട്ടന്മാരും എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരുപാട് വൈകൃതങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇവരെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഇവിടെയുള്ള ഒരു നിയമത്തെ ഏതൊക്കെ രീതിയിൽ വളച്ചൊടിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു യൂണിവേഴ്സാണത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രംഗത്ത് വന്നിരുന്നല്ലോ. എന്താണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത്? ഓരോ ആളുകളുടെയും ജീവിതം നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു യൂണിവേഴ്സ് ഇവിടെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവും സംഘവും വരുമ്പോൾ അതിനെ ശക്തമായിട്ട് തന്നെ എതിർക്കേണ്ടതുണ്ട്. നമസ്കാരം. മൂന്നാം ബലാത്സംഗ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുകയാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന വൃത്തികെട്ടവനെ കുറിച്ച് ഇനി ചർച്ച ചെയ്യേണ്ട എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്, ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇവന് ജാമ്യം കിട്ടാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഇവനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഒക്കെ പ്രകാരം ഇനിയിപ്പോൾ ജില്ലാ കോടതിയിൽ നിന്ന് ഒരു പക്ഷേ ജാമ്യം കിട്ടിയേക്കാം. കാരണം ഈ തെളിവുകളും അതായത് അന്വേഷണത്തോട് സഹകരിക്കാതെ ഞാൻ ആ മൊബൈലിൻ്റെ പാസ്വേഡ് കൊടുക്കത്തില്ല. ആ മൊബൈലിൻ്റെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അനുകൂലമായ തെളിവുകളൊക്കെ അതിനകത്ത് ആണ് ഉള്ളത് എന്നൊക്കെയുള്ള എത്ര ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം എന്തൊക്കെ ആരൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞതെന്ന് പറഞ്ഞാലും ഫോർമാറ്റ് ഫോണിൽ നിന്ന് ചെയ്ത് കളഞ്ഞാൽ പോലും ആ ഡാറ്റ റിട്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരു പമ്പര വിഡ്ഢി, ഒരു മാനസിക രോഗി എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും നമുക്ക് പറയാനില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്ക് കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു മറ്റൊരു യൂണിവേഴ്സിൽ ജീവിക്കുന്ന ആളുകളാണ്. ഇതൊരു മറ്റൊരു പ്രപഞ്ചത്തിലാണ് ഇവരുടെയൊക്കെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇപ്പം നോക്കൂ, ഈ ആറാട്ടണ്ണൻ, അതോടൊപ്പം തന്നെ അലിൻ ജോസ് പെരേര, ഇവരുടെയൊക്കെ കൂടെ വരുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ അവരുടേതായിട്ടുള്ളൊരു യൂണിവേഴ്സിൽ ജീവിക്കുകയാണ്. അതിനകത്തിപ്പോൾ ഏറ്റവും അടുത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഈ അലിൻ ജോസ് പെരേര. നമ്മളൊക്കെ ആയിട്ട് അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെയാണ് ഇത് അലിൻ ജോസ് എന്നൊക്കെ പറയുന്നത്. നമുക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ചെറുപ്പക്കാരുമാണത്. അവരൊക്കെ അവരുടേതായിട്ടുള്ളൊരു ലോകം തീർക്കുന്നുണ്ട്. ആ ലോകത്തേക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കടന്നു വരുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു അലിൻ ജോസിൻ്റെ കൂടെ നടക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡോക്ടറാണ്. അത് സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണത്. അപ്പൊ അതൊരു യൂണിവേഴ്സാണത്. ആ യൂണിവേഴ്സിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക, അതിനെ ആസ്വദിക്കുക എന്നതിനപ്പുറത്തേക്ക് വേറൊന്നും നമുക്കവിടെ കമന്റ് ചെയ്യാനില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ ജനപ്രതിനിധികളായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ യുവജന സംഘടനകളുടെ തലപ്പത്തേക്ക് വരുന്നിടത്താണ് പ്രശ്നം. ഇതിപ്പോ നോക്കൂ, ഇത് രാഹുൽ മാങ്കൂട്ടം ഒരു യൂണിവേഴ്സ് തീർത്തിരിക്കുകയാണ്. ആ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആർക്കും റേപ്പ് ചെയ്യാം. അതിനുശേഷം അവിടെ എല്ലാവരെയും ഗർഭിണിയാക്കിയതിനു ശേഷം ഇവരോടെല്ലാം അബോർഷൻ നടത്താൻ വേണ്ടി പറയുക, ഭ്രൂണഹത്യ നടത്താൻ വേണ്ടി പറയുക. അതിനുശേഷം ഈ ഭ്രൂണഹത്യ നടത്തുന്നത് കണ്ട്, അതായത് ഇവൻ തന്നെ ഈ മാനസിക രോഗി തന്നെ ഒരു മരുന്ന് ഇവരുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ കൊടുത്തയക്കും. ഈ മരുന്ന് കഴിച്ച് എന്താ പറയുക, അത് നമുക്ക് ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്താണത്. അപ്പോൾ അത് കണ്ട് ഇവൻ കിടന്ന് പൊട്ടിച്ചിരിക്കുക. ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇത് ഒരു മറ്റൊരു യൂണിവേഴ്സിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. ഇവരെ പിന്തുണയ്ക്കുന്ന ആന്റിമാരും ഉണ്ണിക്കുട്ടന്മാരും. എന്താണ് ഈ ആന്റിമാരും ഉണ്ണിക്കുട്ടന്മാരും എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരുപാട് വൈകൃതങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ഇവർ തന്നെ സ്വയം പരാജയപ്പെട്ടു പോയപ്പോൾ, ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ പരാജയപ്പെട്ട് ഇല്ലാണ്ടായി പോയിരുന്ന ഇവരൊക്കെ ഒന്ന് മുമ്പോട്ട് വരാനായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മധുര പ്രതികാരം, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനോട്, ഈ ആന്റിമാരൊക്കെ ഒരുപക്ഷെ സ്വന്തം ഭർത്താക്കന്മാരോടുള്ള പ്രതികാരം തീർക്കുന്നതായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ട്. അതല്ലാതെ ആരെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചു വരുമോ? ചില ആളുകളൊക്കെ വന്നിട്ട് പറയുന്നത് കേൾക്കാം, അയ്യോ ഈ പാവം പിടിച്ച രാഹുൽ മാങ്കൂട്ടത്തെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ ശബരിമലയിലെ സ്വർണ്ണ മോഷണ കേസ് ഇല്ലാണ്ടായിപ്പോയി. എത്ര ബാലിശമാണ് അവരുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ശബരിമലയിലെ സ്വർണ്ണ മോഷണ കേസ് എന്താണ്? അതിന്റെ അന്വേഷണം ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്? ആരാണ് സ്വർണം മോഷ്ടിച്ചിരിക്കുന്നത്? അതിന് സർക്കാരിന് എന്തെങ്കിലും പങ്കുണ്ടോ? ഇതിനെക്കുറിച്ചൊന്നുമല്ല ഇവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഒരു പുകമറ ഉണ്ടാക്കുക. എല്ലാം ഫേക്കാണ്. ഇവരുടെ യൂണിവേഴ്സിൽ എല്ലാം ഫേക്കാണ്. ഇവരുടെ യൂണിവേഴ്സിൽ ബന്ധങ്ങൾക്ക് ഒരർത്ഥവുമില്ല. ഇവരെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഇവിടെയുള്ള ഒരു നിയമത്തെ ഏതൊക്കെ രീതിയിൽ വളച്ചൊടിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു യൂണിവേഴ്സാണത്. ഇയാളെയൊക്കെ പിന്തുണച്ചുകൊണ്ട് കുറെ പത്രമാധ്യമങ്ങൾ രംഗത്തുണ്ട്, ചില ഓൺലൈൻ മാധ്യമങ്ങൾ രംഗത്തുണ്ട്.
ഇവരുടെയൊക്കെ ഒരു മനോനില എന്താണെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം ഇവർ പറയുന്ന ആരോപണം എന്താണ്? ഈ അതിജീവിതമാരെല്ലാം സ്വയമല്ലേ ഇവന്റെ ഫ്ലാറ്റിലേക്ക് ചെന്നത്, അല്ലെങ്കിൽ ഈ അതിജീവിതമാരെല്ലാം സ്വന്തമായിട്ടല്ലേ ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തെന്ന്. ഞാൻ പറയട്ടെന്ന്, സ്നേഹിച്ച ഇപ്പൊ ഒരു പുരുഷൻ വിചാരിച്ചാൽ ഒരു സ്ത്രീയെയും ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു പുരുഷനെയും പ്രണയത്തിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരസ്പരത്തിന് ഇഷ്ടത്തിലാകുന്നു, അവരവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നു. അതിനുശേഷം ഇവരെന്താ ഒരുമിക്കാൻ തീരുമാനിക്കുന്നു. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ഡൈവോഴ്സ് ആയിട്ട് നിൽക്കുന്ന പെൺകുട്ടികളായിക്കൊള്ളട്ടെ, അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് അവർ നോക്കുമ്പോഴത്തേക്ക് ഒരു ലൈഫ് ഓഫർ ചെയ്യുകയാണ് ഇയാള്, ലൈഫ് ഓഫർ ചെയ്യുകയാണ്. അതല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് വരികയാണ്. ഇയാളൊരു അവിവാഹിതനാണ്. അപ്പോൾ ഇവരെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലാണ് പെട്ട് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ കാണിക്കുന്ന സ്നേഹത്തിന് അവർ വശംപ്പെട്ടു പോവും. അത് സ്വാഭാവികമാണ്. ഇവൻ സ്നേഹത്തെ പോലും കച്ചവട ചരക്കാക്കി എന്ന് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധമില്ലേ? ഇവന്റെ സ്നേഹം എന്ന് പറയുന്നത് ഇവൻ ലൈംഗിക വൈകൃതത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. സ്നേഹത്തിനൊക്കെ ഒരുപാട് ഡെപ്ത് ആയിട്ടുള്ള മീനിങ് ഉള്ളതാണ്. ഇവരോടൊന്നും ഉണ്ടായിരുന്ന സ്നേഹമായിരുന്നില്ല. അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ ഇവരോട് കാണിച്ചത് സ്നേഹമായിരുന്നു, പക്ഷെ ഇവൻ അവരോട് കാണിച്ചത് ലൈംഗിക വൈകൃതമായിരുന്നു. അവിടെയാണ് അതിന്റെ പ്രശ്നം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഫെരീനൈനൻ മൂന്നാമത്തെ അതിജീവിതയുടെ ചാറ്റ് എടുത്ത് പുറത്തേക്ക് ഇട്ടിരിക്കുന്നു. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, കൂട്ടുകാരനും കൂടി അറിഞ്ഞ് ഒരുത്തൻ പെണ്ണുപിടുത്തത്തിന് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവന്റെ ക്വാളിറ്റി എന്താണ്? ക്യാമ്പസുകളിൽ പോലും സുഹൃത്തുക്കൾ ഒരുമിച്ച് പോകാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതിപ്പം ആർക്കൊക്കെ അറിയാം? രാഹുൽ മാങ്കൂട്ടം തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഷാഫി അറിയാതെ എൻ്റെ ഒരു ജീവിതത്തിൽ ഒന്നുമില്ല എന്ന്. ഫെനി നൈനാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഷാഫിക്കും അറിയാമെന്നുള്ളതല്ല എൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇവരുടെ യൂണിവേഴ്സ് അതൊരു പ്രത്യേക യൂണിവേഴ്സാണ്. നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പുതിയ ആളുകൾ, അവരുടെയൊക്കെ ഒരു ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള അവരുടെയൊക്കെ ഒരു അപഗ്രഥനം, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരൊക്കെ വേറെ ഏതോ യൂണിവേഴ്സിൽ ജീവിക്കേണ്ടിയിരുന്ന ആളുകളാണ്. അന്യഗ്രഹ ജീവികളായിരുന്നു ഇവരൊക്കെ മറ്റെന്തോ കാരണം കൊണ്ട് മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിൽ ജനിച്ചതാണ് എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടി വരുന്നു. കാരണം അതല്ലെങ്കിൽ ഇതുപോലെ ഭ്രൂണഹത്യ നടത്തിയ ഒരുത്തനെ, ഇത്രയും പെൺകുട്ടികളെ പരസ്യമായിട്ട് ബലാത്സംഗം ചെയ്തിട്ട് ഞാൻ നിയമത്തിന് എതിരായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പോലീസുകാർ തൂക്കിയെടുത്ത് ഇന്നിപ്പോൾ ജയിലിനകത്ത് കിടക്കുന്ന ഈ ഒരു ലൈംഗിക വൈകൃത രോഗിക്ക് വേണ്ടി ഇനിയും ആളുകൾ ന്യായീകരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ മനോനില എന്താണ് ഒന്ന് പരിശോധിക്കേണ്ടത് തന്നെയല്ലേ? ഏത് യൂണിവേഴ്സിന്റെ ഭാഗമാണ് ഇവര്? ഞാൻ തീർച്ചയായിട്ടും കരുതുന്നു ഇവരൊന്നും മനുഷ്യരായിട്ട് ജനിക്കേണ്ടിരുന്ന ആളുകളല്ല. അതിനുശേഷം ഇവരൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ ഇപ്പോഴും നിൽക്കുകയാണെന്നേ. ഒരാൾ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി, വേറൊരുത്തൻ യൂത്ത് കോൺഗ്രസിന്റെ ഏതോ പേരിൽ നടക്കുന്നത്. അവന് കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാൻ സീറ്റ് കൂടെ കൊടുത്തതാണ് കോൺഗ്രസ്. എന്താണ് കോൺഗ്രസ് പാർട്ടി നടപടി സ്വീകരിക്കാത്തത്? രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ രംഗത്ത് വന്നിരുന്നല്ലോ. എന്താണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത്? എന്താ കോൺഗ്രസിന് നാവ് ഇറങ്ങിപ്പോയോ? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശം ഇരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയുള്ള ബോംബാണ്. വെറും ബോംബല്ല, അണുബോംബാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം ഈ മൊബൈല് പോലീസിന് മുമ്പിൽ അവരുടെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത്. പക്ഷെ പോലീസ് അതൊക്കെ തുറക്കും, ഫോറൻസിക് പരിശോധന ഇതെല്ലാം പുറത്തു കൊണ്ടുവരും. ഇന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ അന്നേ പറഞ്ഞതാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇവന് ജാമ്യം ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന്. അതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്. ഇനി തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഇവര് ജില്ലാ കോടതിയിൽ ജാമ്യ അപേക്ഷ സമർപ്പിക്കും. അത് ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ പരിഗണിക്കും. മിക്കവാറും വ്യാഴാഴ്ചയാണ് പരിഗണിക്കാൻ സാധ്യതയുള്ളത്. ഒരുപക്ഷെ പ്രോസിക്യൂഷൻ എതിർക്കാതെ വന്നാൽ ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചേക്കാം. അതല്ല എങ്കിൽ ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം തള്ളാൻ സാധ്യതയുണ്ട്. കാരണം തുടർച്ചയായിട്ട് കുറ്റകൃത്യത്തിൽ ഇൻവോൾവ്ഡ് ആണ്. ഇപ്പൊ ആളുകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതിക്കെല്ലാം ഒരു സമാന സ്വഭാവമുണ്ടെന്ന്. ഇതൊരു സൈക്കോ സിറ്റുവേഷനാണ്. ഇപ്പൊ സീരിയൽ കില്ലർമാരുടെ ഒരു കൊലയുണ്ടല്ലോ, ആ കൊലപാതകത്തിനൊക്കെ ഒരേ നേച്ചർ ആയിരിക്കും. ആ സമാനമായ ക്യാരക്ടറാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ചോദിക്കുന്നത് 3 മണിക്കൂർ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ പറ്റുമോ? എന്താ ഇവരുടെയൊക്കെ ഉദ്ദേശിക്കുന്ന ഇവരുടെ യൂണിവേഴ്സ് ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. സത്യമാണ്. ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് ഒരിക്കലും നമ്മൾക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുന്നു എന്നതിന് നമുക്ക് മനസ്സിലാവുന്നില്ല.
ഇവരൊക്കെ കൂടി ഇവിടെ ഒരു പുതിയ യൂണിവേഴ്സ് സൃഷ്ടിക്കുക. എന്നിട്ട് പറയുന്നത് എന്താ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ ദിവസവും പിന്തുണ ഏറി വരുന്നു. ഇത് കണ്ട് CPM കിടുങ്ങി വിറച്ചു, VD സതീശൻ കിടുങ്ങി വിറച്ചു, കോൺഗ്രസ് നേതാക്കന്മാർ കിടുങ്ങി വിറച്ചു, രാജ്മോഹൻ ഉണ്ണിത്താൻ കിടുങ്ങി വിറച്ചു. എന്ത് കിടുങ്ങി വിറയ്ക്കാനായിട്ട്? അന്നമ്മ, പൊന്നമ്മ, കിച്ചു, അച്ചു, മഞ്ജു, കിഞ്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഫേക്ക് ID ഉണ്ടാക്കി വെച്ചിട്ട് ആ IDയിൽ നിന്ന് ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഇവനത് ജനപിന്തുണയാവുമോ? ഞാൻ പറഞ്ഞിട്ട് ഇവനെ പിന്തുണയ്ക്കുന്നത് ഇവന്റെ യൂണിവേഴ്സിലുള്ള കുറെ ആളുകൾ മാത്രമാണ്. ഇവന്റെ അതേ മനോവൈകൃതമുള്ള ആളുകൾ. നമ്മളുടെ പുതിയ ഒരു സ്റ്റഡി അനുസരിച്ച്, ഒരു സൈക്കോളജിക്കൽ സ്റ്റഡി അനുസരിച്ചിട്ട് കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇതേ രീതിയിലുള്ള മനോരോഗത്തിലേക്ക് വീണിട്ടുണ്ട്. അത് നമ്മുടെ ഒരു കൾച്ചറൽ ചേഞ്ചിന്റെ ഭാഗമാണ്. പക്ഷെ അത് ഭയങ്കര ക്രൂരമാണെന്ന്. ഇത് എല്ലാ ആളുകളും ഇതുപോലെ ഒന്നല്ല. ലക്ഷത്തിൽ 1-2 പേർ മാത്രമാണ് ഇതുപോലെയുള്ള സൈക്കോപാത്തുകളായിട്ടുള്ളത് കേരളത്തിൽ. ലക്ഷത്തിൽ 1 മാത്രമുള്ള ഇതുപോലുള്ള സൈക്കോപാത്തുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ അവരെയാണ് നമ്മൾ ഉണ്ണിക്കുട്ടന്മാരെന്ന് വിളിക്കുന്നത്. ഈ ഉണ്ണിക്കുട്ടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാ വൈകൃതങ്ങളും ഉള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ച് അവരെ ആരാധിക്കാൻ വേണ്ടിയിട്ട് കുറേ സൈബർ ആൻറ്റിമാരും ഉണ്ട്. ഉണ്ണിക്കുട്ടന്മാരും സൈബർ ആൻറ്റിമാരുടെയും ഒരു യൂണിവേഴ്സ് തീർത്തു വെച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം ഈ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ പെൺപിള്ളേരെ സ്നേഹം നടിച്ച് പ്രണയിച്ച് അവരെ ഗർഭിണിയാക്കിയതിനു ശേഷം അവരുടെ ഭ്രൂണഹത്യ നടത്തിയതിനു ശേഷം ഈ നാടിനെ വെല്ലുവിളിച്ച്, ഇവിടുത്തെ നിയമത്തെ വെല്ലുവിളിച്ച് ഒരു MLA ആയിട്ട് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയായിട്ട് സ്വതന്ത്രനായിട്ടൊക്കെ നിന്ന് മത്സരിച്ച് ജയിക്കുമെന്നൊക്കെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും പൊട്ടന്മാരല്ല. ഈ പറയുന്ന ഫേസ്ബുക്കിലെയോ യൂട്യൂബിലെയോ ഇൻസ്റ്റാഗ്രാമിലെയോ ഫേക്ക് IDകളല്ല പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുന്നത് എന്നുള്ള സാമാന്യ ബോധം രാഹുൽ മാങ്കൂട്ടത്തിലും അവൻ്റെ ഈ സൈബർ വാളുകൾക്കും ഉണ്ടാവുന്നത് നല്ലതാണ് എന്നാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അവരുടെ യൂണിവേഴ്സിൽ അവർ ജീവിച്ചോട്ടെ, അതിന് താല്പര്യമുള്ളവരെയും അവരവരുടെ യൂണിവേഴ്സിലേക്ക് കൂട്ടിക്കോട്ടെ. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വശീകരിച്ച് ഇവരെ പോലെയുള്ളവന്മാർ തെമ്മാടിത്തരം കാണിച്ചാൽ, ഞാൻ പറയുന്നതിന് നിയമത്തിനൊന്നും ഇവന്മാരെ വിട്ടുകൊടുക്കരുത്. ഇവന്മാരെ തെരുവിൽ വെച്ച് കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. തെരുവിൽ വെച്ച് കൈകാര്യം ചെയ്യണം. അതിന് ശേഷിയുള്ള DYFIക്കാരും യുവമോർച്ചക്കാരും ഈ പറഞ്ഞ നല്ല നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ട്. അതുമല്ലെങ്കിൽ ഇവനെപ്പോലുള്ളൊരു തെമ്മാടിയാൽ അടിച്ചമർത്തപ്പെട്ട് ഇരിക്കുന്ന ഒരുപാട് യൂത്ത് കോൺഗ്രസ്സുകാർ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഈ യൂണിവേഴ്സിനെ തകർക്കാനായിട്ട് മുന്നോട്ട് വരാത്ത പക്ഷം ഇതൊരു വലിയ യൂണിവേഴ്സായിട്ട് മാറും. അത് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഭാരത സംസ്കാരത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നത്. പക്ഷേ നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു കൾച്ചർ ഉണ്ടല്ലോ, ആ കൾച്ചറിനപ്പുറത്തേക്ക് ഒരാളുടെ ഇഷ്ടമാണ് അവരുടെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സംസ്കാരം മാറ്റണമെന്നല്ല. അല്ലെങ്കിൽ ഒരാളുടെ നടത്തം അയാളുടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരാളുടെ ഭക്ഷണം എന്ന് പറയുന്നത് അയാളുടെ ഇഷ്ടമാണ്. പക്ഷെ ഇത് ഓരോ ആളുകളുടെയും ജീവിതം നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു യൂണിവേഴ്സ് ഇവിടെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടവും സംഘവും വരുമ്പോൾ അതിനെ ശക്തമായിട്ട് തന്നെ എതിർക്കേണ്ടതുണ്ട്. അതിനെ പിന്തുണയ്ക്കുന്നവർ ആരാണെങ്കിലും അവർ ആ യൂണിവേഴ്സിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു യൂണിവേഴ്സ് ഇവിടെ ഡെവലപ്പായി വരാതിരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരും ഇവിടുത്തെ പോലീസും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സൈക്കോളജി ഡോക്ടേഴ്സും ഒക്കെ കൂടുതൽ കരുതലോടുകൂടി ഇരിക്കണം എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.